ശശി തരൂർ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ദൗത്യവുമായി വിദേശത്തേക്ക് പോവുകയാണ്. കഴിഞ്ഞ വിദേശത്ത് പോയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കോൺഗ്രസും ശശി തരൂരും തമ്മിലുണ്ട്. ഈ പോക്കും ഇനി വലിയ വിവാദത്തിലേക്ക് നയിക്കുമോ, അതോ കോൺഗ്രസ് അതിനെ സമീപിക്കുന്ന രീതി മാറ്റം വരുത്തുമോ? ഷിംലി അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ തന്നെ വിവാദമായില്ല. കാരണം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹം എക്സിൽ ഒരു പഴയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശശി തരൂർ. ആ പഴയ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് നരേന്ദ്രമോദി വിദേശത്ത് പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്ന വീഡിയോ ആണ് തരൂർ. ഓക്കെ എന്ന് പറഞ്ഞാൽ ശശി തരൂർ ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റൊരു വിഷയം എടുക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് വിഷയത്തിലേക്ക് പോകുന്നില്ല. ഹിന്ദി സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ പറഞ്ഞേക്കുന്ന കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ശശി തരൂർ ഇപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റുമായി കൂടുതൽ എടുക്കുന്നു. ഇപ്പൊ അടുത്ത ദൗത്യവുമായിട്ട് ശശി തരൂർ ഒറ്റക്കാണ് പോകാൻ പോകുന്നത്. റഷ്യ, UK, ഗ്രീസ് ഇവിടേക്ക് ഇപ്പൊ സംഘവുമായിട്ട് പോകുന്നില്ല. പകരം അതത് സ്ഥലങ്ങളിൽ ചെന്ന് അവിടുത്തെ അംബാസഡർമാരുമായി ചേർന്ന് അവിടെയുള്ള ആളുകളെ കാണാനാണ് പദ്ധതി. അത് ഏതാണ്ട് 2 ആഴ്ചത്തേക്കുള്ള ഒരു ടൂറാണ്. അപ്പൊ ഗ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിംലിക്ക് അറിയാലോ, ഇപ്പൊ തുർക്കിയുടെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന എതിരാളികളാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ തുർക്കിയെ നമ്മൾ അനുകൂലിക്കുന്നില്ല. അപ്പൊ അത്തരത്തിലൊരു ഗ്രീസിലേക്ക് നേരെ പോകുന്നു. ഇത്തരം രാജ്യങ്ങളിലെല്ലാം പോയി 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ ശശി തരൂർ തിരിച്ച് വരുള്ളൂ. അല്ലെങ്കിൽ തന്നെ നേരത്തെയുള്ള ദൗത്യം കഴിഞ്ഞ് വന്നതിന് ശേഷം ഏതാണ്ട് 1 മണിക്കൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസുമായി കൂടുതൽ അകലുകയും മോദിയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം തന്നെ ശശി തരൂർ മറ്റൊരു പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് എന്താ അറിയോ? അമേരിക്കയുടെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറഞ്ഞ് കോൺഗ്രസ്, അതായത് അമേരിക്ക കൂടി ഒരു സമാധാന ശ്രമം നടത്തിയിട്ടാണ് ഇവിടെ ഈ പറയുന്ന പാകിസ്ഥാൻ നമ്മളും തമ്മിലുള്ള ഒരു രമ്യതയിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞ് ഒരു കാര്യം നടത്തുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് അങ്ങനെ ഒരു ശ്രമമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വേണമെങ്കിൽ പാകിസ്ഥാനോട് സംസാരിച്ചിരിക്കാം, പക്ഷെ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അതാ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി നരേന്ദ്രമോദി ഡിഫെൻഡ് ചെയ്യാൻ ശശി തരൂർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് കൊണ്ടിട്ട് നമ്മൾ അദ്ദേഹം അപ്പുറത്തേക്ക് പോകുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം പലപ്പോഴും സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇത് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ സ്റ്റാർട്ടപ്പ് മിഷനുകൾ തുടങ്ങിയതിന് അദ്ദേഹം പി രാജീവിനെ പിണറായി ഗവൺമെന്റിലേക്ക് അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം അദ്ദേഹം ഒരു അഖിലേന്ത്യാ പൊളിറ്റിക്സ് കാണുമ്പോൾ അവിടെയൊക്കെ കുറച്ചുകൂടി ഇത്തരത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. നല്ലത് കണ്ട നല്ലതെന്ന് പറയുകയും മോശമായിട്ടുള്ളതിനെ എതിർക്കുകയും ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല. എതിർ പാർട്ടിക്കാരനാണെങ്കിൽ അവർ എന്ത് സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? മോശം പറയണം എന്നുള്ളൊരു കണ്ടീഷനിലാണ്. അപ്പൊ അതാണ് ഇപ്പൊ തരൂരിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി അദ്ദേഹം 2 ആഴ്ച കൊണ്ട് ഈ പറയുന്ന വിദേശത്തേക്ക് കൂടി പോകും. ഇനി പെർമനന്റ് ആയിട്ടുള്ള ഒരു ദൗത്യം പോലും അദ്ദേഹത്തിന് ഏൽപ്പിക്കാനുള്ള സാധ്യതകളും ഒക്കെ നിലവിലുണ്ട്. ഇത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെ രാജ്ഭവൻ ഉണ്ണിത്താനൊക്കെ അദ്ദേഹത്തോട് കോൺഗ്രസിനോട് കൂറില്ല, ജനങ്ങളോടും കൂറില്ല എന്നൊക്കെ പറയും. എന്നിട്ട് കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ കാര്യമുണ്ടല്ലോ, കോൺഗ്രസ് 5 മണി വരെയുള്ള വിലക്ക് ഏർപ്പെടുത്തും. കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോ എടുത്തതിന് ശേഷം കോൺഗ്രസ് പാർട്ടി രാജ്ഭവൻ ഉണ്ണിത്താനോട് പറഞ്ഞാൽ പ്ലീസ് ശശി തരൂരിന്റെ കാര്യത്തിൽ ഒന്നും പറയരുത്. എത്ര മണി വരെ? 5 മണി വരെ. 5 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. 6 മണി വരെ വോട്ടെടുപ്പോൾ. അപ്പൊ അതാണ് ഈ പറയുന്ന ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ശശി തരൂർ പലപ്പോഴും ഇങ്ങനെ നിലപാട് പറയുന്നത് ശശി തരൂർ എല്ലാം സ്വതന്ത്രമായി പറയുന്ന എന്നൊരു ഇമേജ് ബിൽഡിങ്ങിന്റെ ഭാഗമാണ്, അതോ അദ്ദേഹം പലപ്പോഴും അങ്ങനെ ഒരു ആളാന്നുള്ളൊരു വ്യക്തി തീർക്കാൻ ശ്രമം ഉണ്ടാവാറ്? അല്ല, അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഫിഗർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം സ്വന്തമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ ഇവിടെ എറണാകുളത്ത് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നം TV ആയിരുന്നു. സെബാസ്റ്റ്യൻ പോൾ ഇടതും സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അന്ന് കേക്കരനാരൻ പറഞ്ഞാണ് എല്ലാവരും TV ആണല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ ശശി തരൂരിന്റെ പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയും അതുപോലെ അഖിലേന്ത്യാ നേതൃത്വവുമായിട്ട് ഇപ്പൊ അദ്ദേഹം ഒരുപാട് അകന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനിടയ്ക്ക് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടാൻ പോകും. അതന്നെ, ട്രംപിനെ നൊബേൽ സമ്മാനത്തേക്ക് വേണ്ടി പാകിസ്ഥാന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ സാർ എങ്ങനെയാണ്? അല്ല, അതിനൊരു തമാശയായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് തമാശയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൊബേൽ സമ്മാനം കിട്ടിയാൽ അതൊരു തമാശയായിരിക്കും. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറയും, ഗാന്ധിജിക്ക് കിട്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജി കിട്ടാത്ത നൊബേൽ സമ്മാനം ഇനി ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ യാസർ അരാഫത്തിനും ഇസാഖ് റബീനും ഒക്കെ ഒരുമിച്ച് 3 പേർക്ക് ഒരുമിച്ച് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഈ യാസർ അരാഫത്തും ഇസാഖ് റബീനും ഒക്കെ തോക്കെടുത്ത് തന്നെ ആളുകളെ കൊന്നിട്ടുള്ള ആളുകളാണ്.
മനസ്സിലായോ? അവര് പല റീസൺസ് ഒക്കെ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ എങ്കിലും കൊന്നിട്ടുള്ള ആളുകളാണ്. ഈ ഇസാഖ് റബീൻ എന്നൊക്കെ പറയുന്ന ആള്, അദ്ദേഹം ഒരു ഗ്രാമത്തിൽ ചെന്ന് കൂട്ടക്കൊലകൾ നടത്തുകയും അതെല്ലാം തന്നെ അന്ന് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് കാസറ്റിലാക്കി വെക്കുകയും ആ കാസറ്റ് അടുത്ത ഗ്രാമത്തിൽ കൊണ്ടിടുകയും ചെയ്ത ഒരാളാണ്. അത്തരത്തിലുള്ള ആൾക്കാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ അടുത്ത കുട്ടികളൊക്കെ കേൾക്കണം. എന്താ കാര്യം വെച്ചാൽ, അല്ലെങ്കിൽ നോബൽ പ്രൈസ് കിട്ടുന്ന ആളുകൾ വളരെ സമാധാന പ്രിയരാണെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ചെല്ലരുത്. നോബൽ പ്രൈസ് ഒരുപാട് ആരോപണം ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ട്രംപിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വാർത്ത ശരിയാണ്. ഇപ്പൊ ഷിബ്ലി പറഞ്ഞ പോലെ ആദ്യം നമുക്കൊരു തമാശയായിട്ട് എടുക്കാം, പക്ഷെ അതിന്റെ പിന്നിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് പാകിസ്ഥാനും അമേരിക്കയുമായി വലിയ തോതിൽ അടുക്കുന്നു എന്ന് പറയുന്നതാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം ആണ്. ഞാൻ വിചാരിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു ദൗത്യ സംഘത്തെ തന്നെ ലോകത്ത് മുഴുവൻ വിട്ടിട്ടുള്ളത്. ആ വിട്ടിട്ടുള്ളതിന് ശേഷം ഇപ്പൊ അദ്ദേഹം ഈ പറയുന്ന ഗ്രീസിലേക്കും അതുപോലെ റഷ്യയിലേക്കും UK-യിലേക്കും ഒക്കെ വിടുന്നതിന്റെ പിന്നിലും അത്തരത്തിലുള്ള കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചൈനയും ഒന്ന് അമേരിക്കയാണ്. ഈ രണ്ടുപേരുടെയും പിന്തുണ നമുക്കിപ്പോൾ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട്. കാരണം ചൈനയുടെ പിന്തുണ ഒരിക്കലും നമുക്ക് കിട്ടില്ല, അത് മേടിക്കാൻ പറ്റില്ല. കാരണം ചൈന നമുക്ക് എല്ലാ കാലത്തും എതിരാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ അമേരിക്കയുടെ പിന്തുണ കൂടി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറയുന്നത് റഷ്യയും UK പോലെയുള്ള രാജ്യങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ആ ബന്ധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ തരൂരിനെ പോലും അങ്ങോട്ടൊക്കെ അയക്കുന്നത്. പിന്നെ അസീം മുനീറിനെ അദ്ദേഹം വലിയ തോതിൽ പ്രശംസിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിന്റെ പല കാര്യങ്ങളിലും അവർ വളരെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കുറച്ചുകൂടി ഒന്ന് വിജിലന്റ് ആക്കേണ്ട, ഭയപ്പെടുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ, വേറെ ആരുമല്ല നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്, പാകിസ്ഥാനാണ് ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ പ്രൈസിലേക്ക് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ സമാധാനത്തിലുള്ള പ്രൈസ് കൂടി കിട്ടിയാൽ, ഈ ലോകത്ത് പല വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ടെററിസ്റ്റുകളെ നേരിടാനുള്ള ഓർഗനൈസേഷൻ UN-ന്റെ കീഴിലുണ്ട്. അതിന്റെ അധ്യക്ഷനാക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ്. അപ്പൊ അത്തരത്തിൽ പല കോമഡികളും നടക്കുന്നുണ്ട്. പക്ഷെ കോമഡികൾക്കും അപ്പുറം അത് നമ്മുടെ രാജ്യത്തെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. ആ വിഷയത്തിന്റെ ബേസിൽ കൂടി ആയിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം. അതാണ് ഇതിന്റെ പ്രത്യേകത. UK-യിലേക്കും അതുപോലെ ഗ്രീസിലേക്കും റഷ്യയിലേക്കും ഒക്കെ ശശി തരൂരിനെ അയക്കും.